നമസ്കാരം പ്രിയപ്പെട്ട പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളെ, നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിലെ ഫോക്കസ് ഏരിയ ചർച്ച ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ട്രക്ചർ ആൻഡ് പോയിന്റർ, കൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചർ ആൻഡ് എക്സാമ്പിൾ, ഡെഫിനിഷൻ ഓഫ് പോയിന്റർ, യൂസ് ഓഫ് asterisk and ampersand symbol, static and dynamic memory allocation, new and delete operator. ഇതാണ് സ്ട്രക്ചർ ആൻഡ് പോയിന്ററിലുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ. ആദ്യം സ്ട്രക്ചർ എന്താണ്? C++ലെ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെപ്രസെന്റിംഗ് കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ്. ഒന്നിൽ കൂടുതൽ ഡാറ്റ ഐറ്റംസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രക്ചർ. സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന്റെ സിന്റാക്സ് ശ്രദ്ധിക്കുക. സ്ട്രക്ചർ ടാഗ് മീൻസ് സ്ട്രക്ചർ നെയിം ആണ്. ഡാറ്റ ടൈപ്പ് വേരിയബിൾ എക്സെട്ര ഈ രീതിയിലാണ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. സ്റ്റുഡന്റ് എന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള എക്സാമ്പിൾ സ്ട്രക്ട് സ്റ്റുഡന്റ്, റോൾ നമ്പറും നെയിമും ആവറേജുമാണ് സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഡാറ്റ എങ്കിൽ, വേരിയബിൾസ് എങ്കിൽ ഇൻഡ് റോൾ നമ്പർ, കെയർ നെയിം ഓഫ് 25, ഫ്ലോട്ട് AVG. ഈ രീതിയിൽ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കാം. സപ്പോസ് എക്സാമിന് ചോദിച്ചത് ഒരു ബുക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ള സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ സ്ട്രക്ട് ബുക്ക് എന്ന് കൊടുക്കാം. ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഡാറ്റ ഇതുപോലെ ഡിക്ലെയർ ചെയ്യാം. ഇനി എല്ലാം ഒരു വ്യത്യസ്ത ടൈപ്പ് ആയിരിക്കണം നിർബന്ധമില്ല. ഇവിടെ നമുക്കറിയാം, ഒന്ന് ഇൻഡും മറ്റൊന്ന് ഫ്ലോട്ടും മറ്റൊന്ന് കെയറുമാണ്. ഇനി എല്ലാം ഒരേ ഡാറ്റ ടൈപ്പ് ആവാം. ഇപ്പൊ ഡേറ്റ് റെപ്രസെന്റ് ചെയ്യാനുള്ള സ്ട്രക്ചർ ആണ് സ്ട്രക്ട് ഡേറ്റ് ഇൻഡ് DMY. ഇവിടെ എല്ലാം ഇൻഡിജർ ആണ്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക. എ സ്ട്രക്ചർ ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ പോയിന്റർ ആണ്. C++ലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് പോയിന്റർ. What's pointer? A pointer is a variable which stores address. ഒരു വേരിയബിളിൽ അഡ്രസ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് പോയിന്റർ. പോയിന്റർ എന്നുള്ള പേര് വരാൻ കാരണം that points to a memory location. Pointer is a variable which points to a memory location. ഒരു മെമ്മറി ലൊക്കേഷനിലേക്കാണ് ആ ഒരു വേരിയബിൾ പോയിന്റ് ചെയ്യുന്നത്. പോയിന്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ആദ്യം ഡാറ്റ ടൈപ്പ് പറയുക, പിന്നെ സ്റ്റാർ പോയിന്റർ വേരിയബിൾ. ഇവിടെ എക്സാമ്പിൾ ആണെങ്കിൽ ഇൻഡ് സ്റ്റാർ പി. ഇവിടെ ഇൻഡ് സ്റ്റാർ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി ക്യാൻ സ്റ്റോർ അഡ്രസ് ഓഫ് എൻ ഇൻഡിജർ വേരിയബിൾ എന്നാണ്. പി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മറ്റൊരു ഇൻഡിജർ വേരിയബിളിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പി സ്റ്റോർസ് അഡ്രസ്, ദാറ്റ്സ് വൈ പി ഈസ് എ പോയിന്റർ വേരിയബിൾ. ആംപർസൻഡ് സിംബലിന്റെ ഉപയോഗം എന്താണ്? ആംപർസൻഡ് സിംബൽ ഈസ് യൂസ്ഡ് ഓൾസോ കോൾഡ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് വിളിക്കാറുണ്ട് പോയിന്ററിൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിന്റെ അഡ്രസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ആംപർസൻഡ് സിംബൽ. അത് ഒരു എക്സാമ്പിൾ സൈഡ് നമുക്ക് വിശദീകരിക്കാം. എന്താണ് സ്റ്റാർ ഓപ്പറേറ്ററിന്റെ ഉപയോഗം? പോയിന്ററുമായി ബന്ധപ്പെട്ട് സ്റ്റാർ ഓപ്പറേറ്റർ ഈസ് ഓൾസോ കോൾഡ് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. ആസ്റ്ററിക് സിംബൽ എന്നാണ് ഇതിനെ പറയാം. ആസ്റ്ററിക് സിംബൽ ഈസ് ഓൾസോ കോൾഡ് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ ഓർ ഡീറെഫറൻസ് ഓപ്പറേറ്റർ ഓർ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേയിങ് വാല്യൂ അറ്റ് അഡ്രസ് സ്റ്റോർഡ് ഇൻ എ പോയിന്റർ വേരിയബിൾ. ഒരു പോയിന്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റാർ അല്ലെങ്കിൽ ആസ്റ്ററിക് സിംബൽ. ഈ എക്സാമ്പിൾ കണ്ടാൽ നമുക്ക് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇൻഡ് A ഈസ് ഈക്വൽ ടു 10. A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. Cout A എന്ന് പറഞ്ഞാൽ 10 ആണ് ഔട്ട്പുട്ട് വരിക. സപ്പോസ് Cout ആംപർസൻഡ് A എന്നാണ് പറഞ്ഞതെങ്കിൽ A എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ആണ് ഡിസ്പ്ലേ ചെയ്യുക. അഡ്രസ് ഓഫ് A ഈസ് ഡിസ്പ്ലേ. കാരണം നമുക്കറിയാം ദിസ് സിംബൽ ഈസ് യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഇൻഡ് സ്റ്റാർ പി നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇതൊരു പോയിന്റർ വേരിയബിളിന്റെ ഡിക്ലറേഷൻ ആണ് ഇൻഡ് സ്റ്റാർ പി. P is equal to address of A means address of A is stored into star P. That is P. P യിലേക്ക് A യുടെ അഡ്രസ് സ്റ്റോർ ചെയ്തു. സോ P ഒരു പോയിന്റർ വേരിയബിൾ ആയി. Cout P അഡ്രസ് ഓഫ് A is displayed. അപ്പോൾ P യിൽ A യുടെ അഡ്രസ് ആണ് ഉള്ളത്. അപ്പോൾ P ഡിസ്പ്ലേ ചെയ്യുമ്പോൾ A യുടെ അഡ്രസ് ആണ് ഡിസ്പ്ലേ ചെയ്യുക. അഡ്രസ് കിട്ടാനുള്ള ഓപ്പറേറ്റർ ആണ് ആംപർസൻഡ് സിംബൽ. Cout സ്റ്റാർ P എന്ന് പറയുന്നത് ഈ P എന്ന് പറയുന്ന വേരിയബിളിലെ അഡ്രസ് എന്ന് പറയുന്നത് A യുടെ അഡ്രസ് ആണ്. അതിന്റെ കണ്ടന്റ് ആണ് ഡിസ്പ്ലേ ചെയ്യുക. വാല്യൂ അറ്റ് അഡ്രസ്. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലുള്ള അഡ്രസിന്റെ വാല്യൂ എത്രയാണോ അതാണ് ഡിസ്പ്ലേ ചെയ്യുക. ദാറ്റ് ഈസ് 10. എയുടെ വാല്യൂ 10 ആണല്ലോ.
എയുടെ അഡ്രസ് ആണ് പിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സ്റ്റാർ പി ആണെങ്കിൽ ആ അഡ്രസ്സിലുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഡി റെഫറൻസ് ഓപ്പറേറ്റർ, ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, പോയിന്ററുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. C++ൽ രണ്ട് പ്രധാനപ്പെട്ട മെമ്മറി അലോക്കേഷൻ ആണുള്ളത്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സ്റ്റാറ്റിക് മീൻസ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഡൈനാമിക് ആണെങ്കിൽ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിംഗ് പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് സ്റ്റാറ്റിക് എന്നും, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് വിളിക്കും. ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഓപ്പറേറ്റേഴ്സ് ആണ് ന്യൂ ആൻഡ് ഡിലീറ്റ്. ന്യൂ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി ഡി അലോക്കേഷൻ. ഓക്കെ, മെമ്മറിക്ക് വേണ്ടി നമ്മൾ ആദ്യം റിക്വസ്റ്റ് ചെയ്യും, ഇപ്പം അലോക്കേഷൻ നടക്കും. അലോക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ ആണ് ന്യൂ. ന്യൂ ഓപ്പറേറ്ററിന്റെ സിൻടാക്സ് പോയിന്റർ വേരിയബിൾ ഈസ് ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റ് സ്റ്റാർ പി ഈസ് ഈക്വൽ ടു ന്യൂ ഇന്റ്. ഡിലീറ്റ് ഓപ്പറേറ്ററിന്റെ സിൻടാക്സ് ഡിലീറ്റ് പോയിന്റർ വേരിയബിൾ. ഓക്കെ, ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ആണെങ്കിൽ ഡിലീറ്റ് പി എന്ന് കൊടുത്താൽ that memory is deallocated. That's all about methods of memory allocation and chapter number 1. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്റർ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ആക്ച്വലി C++ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്, അതിന്റെ കൺസെപ്റ്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രോഗ്രാം എഴുതാനുള്ള സ്റ്റൈലിനെ അല്ലെങ്കിൽ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാമിംഗ് പാരഡൈം. സി, ഇറ്റ് ഈസ് എ വേ ഇൻ വിച്ച് പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ്. പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന മെത്തേഡാണ്, വേ ആണ് പ്രോഗ്രാമിംഗ് പാരഡൈം. There are two programming paradigms, on POP and OOP, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഇതാണ് രണ്ട് പ്രോഗ്രാം എഴുതാനുള്ള ശൈലികൾ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഡാറ്റ ഈസ് ഗിവൺ ലെസ് ഇമ്പോർട്ടൻസ്. ഡാറ്റയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ് എന്ന് പറയാം, ഡാറ്റയ്ക്ക് വില കുറവാണ്. എന്നാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഡാറ്റ ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ്, ഡാറ്റയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പ്രൊസീജിയർ ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ഇൻ POP ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ഇൻ OOP. OOPിലാണെങ്കിൽ കൂടുതൽ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം, POPിലാണെങ്കിൽ പ്രൊസീജിയറിനാണ് പ്രാധാന്യം. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പ്രൊവൈഡ്സ് ലെസ് റിയൽ വേൾഡ് മോഡലിംഗ്, എന്നാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ റിയൽ വേൾഡ് മോഡലിംഗ് കൂടുതലുണ്ട്. അതായത് നമ്മൾ റിയൽ ലൈഫിലുള്ള പ്രോബ്ലംസ് മോഡൽ ചെയ്യാൻ നല്ലത് ഏതാണ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് നോട്ട് എക്സ്റ്റെൻസിബിൾ ബട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് എക്സ്റ്റെൻസിബിൾ. സി, ബേസിക്, ഫോർട്ടാൻ, പാസ്കൽ, കോബോൾ ആർ എക്സാമ്പിൾസ് ഓഫ് പ്രൊസീജിയർ ലാംഗ്വേജസ് ആൻഡ് C++, Java, C#, വിഷ്വൽ ബേസിക് ആർ എക്സാമ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഇതാണ് പ്രധാനപ്പെട്ട പോപ്പും OOPും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് OOP ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കോൺസെപ്റ്റുകൾ വേണം? അതിന് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ മീൻസ് ഷോയിങ് ഓൺലി എസെൻഷ്യൽ ഫീച്ചേഴ്സ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കാണിക്കുക, ബാക്കിയുള്ളത് ഒളിപ്പിച്ചു വെക്കുക, ഹൈഡിങ് സം ഡീറ്റെയിൽസ്. ഡാറ്റ എൻകാപ്സുലേഷൻ മീൻസ് പ്രോസസ് ഓഫ് ബൈൻഡിങ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ടുഗദർ. ഡാറ്റയും ഫംഗ്ഷനും കൂട്ടിച്ചേർത്ത് എഴുതുന്നതിനെയാണ് ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് വിളിക്കുന്നത്. മോഡുലാരിറ്റി മീൻസ് ഡിവൈഡിങ് എ പ്രോഗ്രാം ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ്. ഒരു വലിയ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ ഭാഗമായി മുറിക്കുന്നതിനെയാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് മീൻസ് പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ ക്ലാസ് ഫ്രം എൻ എക്സിസ്റ്റിംഗ് ക്ലാസ്. നിലവിലുള്ള ക്ലാസ്സിൽ നിന്ന് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പോളിമോർഫിസം മീൻസ് പോളി മീൻസ് മെനി, മോർഫ് മീൻസ് ഷേപ്സ്, പോളിമോർഫിസം മീൻസ് മെനി ഷേപ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു എക്സ്പ്രസ് ഡിഫറെന്റ് ഫോം. പല രൂപത്തിൽ ഒന്ന് തന്നെ പെരുമാറാനുള്ള കഴിവാണ് പോളിമോർഫിസം. ഓപ്പറേറ്റർ ഓവർലോഡിംഗ്, ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഒരു ഓപ്പറേറ്റർ തന്നെ പല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഒരു ഫംഗ്ഷന്റെ പേര് തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയും. ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് എൻ ഒബ്ജക്ട്. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ ഡാറ്റ എൻകാപ്സുലേഷന്റെ റിസൾട്ട് ആണ് ക്ലാസ് എന്ന് വേണമെന്നുണ്ട് പറയാം. ഡാറ്റയും ഫംഗ്ഷനും ഒന്ന് ചെയ്തിയാൽ ആ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ്. ആ ഒരു ക്ലാസ്സിന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ അതാണ് ഒബ്ജക്ട്. ഒരു ക്ലാസ്സിന് നമുക്ക് എത്ര ഒബ്ജക്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട OOPിന്റെ കോൺസെപ്റ്റ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഹൈഡിംഗ് ആണ്. ഡാറ്റ എൻകാപ്സുലേഷൻ, ബൈൻഡിങ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ. മോഡുലാരിറ്റി, ഡിവൈഡിങ് എ പ്രോഗ്രാം. ഇൻഹെറിറ്റൻസ് മീൻസ് ക്രിയേറ്റിംഗ് എ ന്യൂ ക്ലാസ്. Polymorphism means many shapes. Class means a blueprint of an object. Object is a class variable.
ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ചാപ്റ്റർ നമ്പർ 2. അവസാനമായി ഈ ഒരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡാറ്റ സ്ട്രക്ചർ എന്നുള്ള ഒരു ചാപ്റ്ററാണ്. എന്താണ് ഡാറ്റ സ്ട്രക്ചർ? ഡാറ്റ സ്ട്രക്ചർ ഈസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിംഗ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഡാറ്റകൾ എങ്ങനെ ക്രമീകരിക്കാം, ഓർഗനൈസ് ചെയ്യുന്ന വേ ആണ്, മെത്തേഡാണ് ഡാറ്റ സ്ട്രക്ചർ. പ്രധാനപ്പെട്ട ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. സിമ്പിളിന്റെ എക്സാമ്പിൾ ആണ് അറേ ആൻഡ് സ്ട്രക്ചർ. കോമ്പൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയറിന്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയർ എക്സാമ്പിൾ ആണ് ട്രീ ആൻഡ് ഗ്രാഫ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റാക്കും ക്യൂവും ലിങ്ക്ഡ് ലിസ്റ്റുമാണ്, ലീനിയർ ആയി. എന്താണ് ലീനിയർ? ഇൻ ലീനിയർ എലമെന്റ്സ് ഫോംസ് എ സീക്വൻസ്. ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ അതിലുള്ള എലമെന്റ്സിനൊരു ക്രമം ഉണ്ടാവും, സീക്വൻസ് ഉണ്ടാവും. എന്നാൽ നോൺ ലീനിയറിൽ അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാവുന്നതില്ല. മെമ്മറി അലോക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഡാറ്റ സ്ട്രക്ചറിനെ സ്റ്റാറ്റിക് എന്നും ഡൈനാമിക് എന്നുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഡാറ്റ സ്ട്രക്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് ഡാറ്റ സ്ട്രക്ചറിന്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഓപ്പറേഷൻസ് ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസേർഷൻ, ഡിലീഷൻ, സോർട്ടിംഗ്, മെർജിംഗ് ആർ ദി മേജർ ഓപ്പറേഷൻസ് ദാറ്റ് can be performed on data structure. അതിൽ ട്രാവേഴ്സൽ മീൻസ് പ്രോസസ് ഓഫ് വിസിറ്റിംഗ് ഓർ ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചറിലുള്ള എല്ലാ എലമെന്റിനെയും വിസിറ്റ് ചെയ്യുന്നതിനെയാണ് ട്രാവേഴ്സൽ എന്ന് വിളിക്കുന്നത്. മെർജിംഗ് ഈസ് പ്രോസസ് ഓഫ് കമ്പൈനിങ് എലമെന്റ്സ് ഓഫ് ടു സോർട്ടഡ് ഡാറ്റ സ്ട്രക്ചർ ടു എ ന്യൂ വൺ. രണ്ട് സോർട്ടഡ് ആയിരിക്കുന്ന ഡാറ്റ സ്ട്രക്ചറിനെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയത് ഉണ്ടാക്കുന്നതിനെയാണ് മെർജിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇൻസേർഷനും ഡിലീഷനും സോർട്ടിങ്ങും ഒക്കെ, സെർച്ചിങ്ങും അറിയാവുന്നതാണ്. അതിൽ ആദ്യത്തെ ഡാറ്റ സ്ട്രക്ചറായ സ്റ്റാക്കിലേക്ക് വരാം. സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. എലമെന്റ്സിനൊരു സീക്വൻസ് ഉണ്ടാവും. ഇവിടെ ഐറ്റംസ് ആർ ആഡഡ് ആൻഡ് റിമൂവ്ഡ് ത്രൂ എ സിംഗിൾ എൻഡ് കോൾഡ് ടോപ്പ്. ഇവിടെ ഐറ്റംസ് ആഡ് ചെയ്യുന്നതും അതേപോലെ റിമൂവ് ചെയ്യുന്നതും ഇവിടെ കാണിച്ചതുപോലെ ഒരു സിംഗിൾ എൻഡ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഐറ്റം ഇൻസേർട്ടഡ് ലാസ്റ്റ് ഈസ് റിമൂവ്ഡ് ഫസ്റ്റ്. ഏതാണ് അവസാനം ഇൻസേർട്ട് ചെയ്തത് അതായിരിക്കും ആദ്യം പുറത്തേക്ക് വരിക. കാരണം ഒരു വഴി മാത്രമാണ് പിന്നെ ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഇതിനെ ലാസ്റ്റ് ഇൻ, ഏതാണ് അവസാനം ഉള്ളിലേക്ക് കടന്നത് അത് ഫസ്റ്റ് ഔട്ട് ആവുന്ന ഡാറ്റ സ്ട്രക്ചർ ആണ് വിളിക്കാറുണ്ട്. സ്റ്റാക്കിലേക്ക് ഒരു പുതിയ ഐറ്റം ആഡ് ചെയ്യുന്നതിനെ പുഷ് എന്നാണ് വിളിക്കുക. ഇതിലേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്യുന്നതിനെ പുഷ് ഓപ്പറേഷൻ ആണ് വിളിക്കുക. സ്റ്റാക്കിൽ നിന്നൊരു ഐറ്റം റിമൂവ് ചെയ്യുന്നതിനെ പോപ്പ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് അൽഗോരിതം പഠിക്കാനുണ്ട്, പുഷ് ആൻഡ് പോപ്പ്. പുഷ് ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അൽഗോരിതം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഫ് ടോസ് ലെസ് ദാൻ n-1 ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാക്കിൽ സ്ഥലം ഉണ്ടാവുള്ളൂ. ടോസിന്റെ വാല്യൂ n-1 ആണെങ്കിൽ അതിനർത്ഥം സ്റ്റാക്ക് ഫുൾ ആണെന്നാണ്. അപ്പൊ ടോസിന്റെ വാല്യൂ n-1 ചെറുതാണെങ്കിൽ നമുക്ക് ആദ്യം ടോസിന്റെ വാല്യൂ ഒന്ന് വെച്ച് കൂട്ടണം, എന്നിട്ട് സ്റ്റാക്ക് ഓഫ് ടോസിലേക്ക് ഒരു ഐറ്റം ആഡ് ചെയ്യണം. അഥവാ ടോസിന്റെ വാല്യൂ n-1 ചെറുതാണെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ ആണ് അർത്ഥം. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ഓഫ് ഇൻസർട്ടിങ് എ ന്യൂ ഐറ്റം ഇൻ ടു എ ഫുൾ ഡാറ്റ സ്ട്രക്ചർ ഈസ് കോൾഡ് ഓവർഫ്ലോ. ഓൾറെഡി നിറഞ്ഞിരിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറിലേക്ക് വീണ്ടും ഒരു ഐറ്റം ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ഓവർഫ്ലോ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരിക്കൽ കൂടി ഈ അൽഗോരിതത്തിലേക്ക് വരാം. ടോസ് ലെസ് ദാൻ n-1 അല്ലെങ്കിൽ, അതായത് സ്റ്റാക്കിൽ എലമെന്റ് ഇല്ല എന്നാണ് അർത്ഥം. സ്റ്റോക്കിൻ സോഴ്സിന്റെ വാല്യൂ n-1 ആണെങ്കിൽ സ്റ്റാക്ക് ഫുൾ ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ലെസ് ദാൻ n-1 ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ലെസ് ദാൻ n-1 അല്ലെങ്കിൽ അതിനർത്ഥം ഓവർഫ്ലോ ആണ്, നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു കൂടി ശ്രദ്ധിക്കുക. ടോസിന്റെ വാല്യൂ n-1 ആണെങ്കിൽ ടോസിന്റെ വാല്യൂ ഒന്ന് വെച്ച് കൂട്ടുന്നു, എന്നിട്ട് സ്റ്റാക്കിലേക്ക് ഒരു ഐറ്റം ഇൻസേർട്ട് ചെയ്യുന്നു. ടോസിന്റെ വാല്യൂ n-1 ചെറുതല്ലെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ ആണെന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാതെ പുറത്തേക്ക് പോരുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പോപ്പ് ഓപ്പറേഷൻ. സ്റ്റാക്കിൽ നിന്നൊരു ഐറ്റം റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാക്കിൽ ഒരു എലമെന്റ് ഉണ്ടാവണം. അപ്പൊ ടോസിന്റെ വാല്യൂ -1 കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ ഐറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ടോസിന്റെ വാല്യൂ -1 ആണെങ്കിൽ എംപ്റ്റി ആണെന്ന് അർത്ഥം. ഓക്കെ, ടോസിന്റെ വാല്യൂ -1 കൂടുതലാണെങ്കിൽ ഐറ്റം റിമൂവ് ചെയ്യുന്നു. ഐറ്റം ഈസ് ഈക്വൽ സ്റ്റാക്ക് ഓഫ് ടോസ്. എന്നിട്ട് ടോസിന്റെ വാല്യൂ ഒന്ന് കുറക്കുന്നു. ഒരു ഐറ്റം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടോസിന്റെ വാല്യൂ താഴേക്ക് പോരുമല്ലോ. അഥവാ ടോസിന്റെ വാല്യൂ -1 വലുതല്ലെങ്കിൽ അതിനർത്ഥം സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്നാണ്. എന്താണ് അണ്ടർഫ്ലോ? സിറ്റുവേഷൻ ഓഫ് ഡിലീറ്റിംഗ് ആൻ ഐറ്റം ഫ്രം എൻ എംപ്റ്റി ഡാറ്റ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഐറ്റംസ് ഇല്ലാത്തൊരു ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് ഒരു ഐറ്റം റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് അണ്ടർഫ്ലോ എന്ന് വിളിക്കുന്നത്. സോ ടോസ് ഗ്രേറ്റർ ദാൻ -1 അല്ലെങ്കിൽ അതിനർത്ഥം ടോസിൽ ഒന്നുമില്ല, സ്റ്റാക്കിൽ ഒന്നുമില്ല. അപ്പം സ്റ്റാക്ക് എന്താണ്? അണ്ടർഫ്ലോ ആണെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട അൽഗോരിതം, പുഷ് ആൻഡ് പോപ്പ്. മറ്റൊരു ഡാറ്റ സ്ട്രക്ചർ ആണ് ക്യൂ.
Q is a linear data structure. നേരത്തെ പറഞ്ഞ പോലെ ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ക്രമമുണ്ട്. ഇവിടെ ഐറ്റം എവിടെയാണ് ആഡ് ചെയ്യുന്നത്? ഐറ്റംസ് ആർ ആഡഡ് ത്രൂ വൺ എൻഡ് കോൾഡ് റിയർ വഴിയാണ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് റിമൂവ്ഡ് ത്രൂ അനദർ എൻഡ്, ഇത് വഴിയാണ് പുറത്തേക്ക് ഡിലീഷൻ നടക്കുക. അതായത് ഫ്രണ്ട് വഴിയാണ് ഡിലീഷൻ നടക്കുക. അപ്പോൾ ക്യൂവിന്റെ ഫ്രണ്ടിൽ നിന്നാണല്ലോ ആൾ പുറത്തേക്ക് പോവുക, ക്യൂവിന്റെ ബാക്കിലാണല്ലോ ആൾ ആഡ് ചെയ്യുക. സോ ഐറ്റംസ് ആർ ആഡഡ് ത്രൂ വൺ എൻഡ് കോൾഡ് റിയർ ആൻഡ് റിമൂവ്ഡ് ത്രൂ അനദർ എൻഡ് കോൾഡ് ഫ്രണ്ട്. ഐറ്റം ഇൻസേർട്ടഡ് ഫസ്റ്റ് ഈസ് റിമൂവ്ഡ് ഫസ്റ്റ്. ഇവിടെ ഏതാണോ ആദ്യം ഇൻസേർട്ട് ചെയ്തത് അതായിരിക്കും ഫസ്റ്റ് പുറത്തേക്ക് പോരുക. സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. ഇതൊരു ഫിഫോ ആണ്. ആ ഫസ്റ്റ് ഇൻ ആയത് ഫസ്റ്റ് പുറത്തേക്ക് പോകുന്ന ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് പറയാം. ക്ലിയർ? അവസാനമായി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിന്റെ കൂടെ തന്നെ ഡൈനാമിക്കുമാണ്. മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് ഡ്യൂറിംഗ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആണെന്ന് പറയാം. എക്സിക്യൂഷൻ സമയത്താണ്, ആവശ്യമുള്ള സമയത്താണ് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഇസ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് നോഡ്. കുറെ നോഡുകളുടെ കളക്ഷനാണ്. സി ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. ഈച്ച് നോഡ് കണ്ടെയ്ൻസ് 2 പാർട്സ്. എല്ലാ നോഡിലും 2 ഭാഗങ്ങളാണുള്ളത്, ഡാറ്റ പാർട്ടും ലിങ്ക് പാർട്ടും. ഡാറ്റ പാർട്ടിലാണ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ലിങ്ക് പാർട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡാണ്. അടുത്ത നോഡിലേക്കുള്ള അഡ്രസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ നോഡിന്റെ അഡ്രസ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിന്ററിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ചാപ്റ്റർ നമ്പർ 3. ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ നമ്പർ 4 to 9 2 പാർട്ടുകളായിട്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. വിശദമായി ഈ ചാപ്റ്റേഴ്സ് പഠിക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റ് പാർട്ടുകളും കാണാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.